നമുക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ അന്നാണ് ഈ രണ്ട് പത്രങ്ങൾ വരുന്നത്. വാസ്തവത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള BJPയുടെ പരിശ്രമമാണ് ഇടതുപക്ഷത്തിന്റെ പരസ്യമായിട്ട് പുറത്തു വന്നത്. ഈ പരസ്യത്തിന്റെ ഗുണഭോക്താവ് ആരാ? പരസ്യത്തിന്റെ ഗുണഭോക്താവ് CPM അല്ല. പാലക്കാട്ടെ സാഹചര്യത്തിൽ അവിടെ ഒരു ഡിവൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മുസ്ലിം വോട്ടിൽ നിന്ന് ഒരു ഭിന്നിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും സഹായിക്കുന്നത് BJPയാണ്. അത് കേവല യുക്തി മാത്രമാണ്. അപ്പം ആ പരസ്യം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും അതിന്റെ പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നായിരുന്നു എന്ന് എന്റെ ആക്ഷേപം ശരിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശദീകരണമായി വന്നിട്ടുള്ളത്. നോക്കൂ, ആ പരസ്യത്തിന്റെ മുഴുവൻ ആ പരസ്യത്തിന് അവസാനം കൃത്യമായിട്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുള്ളത്, എന്റെ ഉത്തമമായിട്ടുള്ള ബോധ്യം, ഈ പരസ്യത്തിന് പുറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് MP രാജേഷും K സുരേന്ദ്രനുമാണ്. MP രാജേഷും K സുരേന്ദ്രനും ഗൂഢാലോചന നടത്തിയിട്ട് നൽകിയിട്ടുള്ള പരസ്യമാണ്. അവിടെ പോളറൈസേഷൻ ഉണ്ടാക്കി, മതപരമായിട്ടുള്ള ഡിവൈഡ് ഉണ്ടാക്കി, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, UDFനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം. പക്ഷെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കനത്ത തിരിച്ചടിയാണ് ഈ രണ്ട് കൂട്ടർക്കും നൽകിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിക്കാനുള്ള ഹീനമായ പരിശ്രമത്തിന് പാലക്കാട്ടെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള വിശദീകരണത്തിലൂടെ ആ വിശദീകരണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിശദീകരണമല്ല, കൃത്യമായിട്ടും BJP CPM ബാന്ധവമാണ്, അവിശുദ്ധ ബാന്ധവമാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ CPMന് LDFന് നേതൃത്വം കൊടുത്താരാ? MP രാജേഷായിരുന്നു. BJPയുടെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്താരാണ്? സുരേന്ദ്രനായിരുന്നു. MP രാജേഷും സുരേന്ദ്രനും ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യം വന്നെന്ന തരത്തിൽ എനിക്ക് നല്ല ഉത്തമമായ ബോധ്യമുണ്ട്. അല്ല, അതെല്ലാം UDF നടത്തുന്നുണ്ടല്ലോ. UDF ആണ് അത്തരം കാര്യങ്ങളൊക്കെ നോക്കും. താങ്ക് യു.